നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, മാ അവ്വലു മാ യൽഖൽ മയ്യിതു ഇദാ ദഖല ഖബറഹു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഒരു മനുഷ്യനെ ഖബറിലേക്ക് കൊണ്ടുപോയി വെച്ചാൽ ആ ഖബറിൽ കണ്ടുമുട്ടുന്ന ഏറ്റവും ആദ്യം അഭിമുഖീകരിക്കുന്ന വിഷയം ഏതാണ്? ആദ്യമായി അവനെ ഖബറിൽ കണ്ടുമുട്ടുന്നത് എന്താണ്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, മാ സഅലനി അൻഹു ഇല്ലാ അൻത യാ ഇബ്നു മസ്ഊദ്. ഇബ്നു മസ്ഊദേ, നീയല്ലാതെ ഇതിനെക്കുറിച്ച് ഇന്ന് വരെ ആരും ചോദിച്ചിട്ടില്ല. നല്ലൊരു ചോദ്യമാണ് ഇബ്നു മസ്ഊദേ. അവ്വലു മാ യൽഖൽ മയ്യിതു ഇദാ ദഖല ഖബറഹു മലകുൻ ഇസ്മുഹു റൗമാൻ. ആദ്യമായി ഖബറിൽ ഒരു മനുഷ്യൻ കണ്ടുമുട്ടുന്നത്, ഖബറിലേക്ക് കൊണ്ടുപോയി വെച്ച് മൂടുകല്ല് വെച്ച് മണ്ണിട്ടെല്ലാവരും പിന്തിരിഞ്ഞു പോകുമ്പോ ഖബറിലേക്ക് തുരന്നുകൊണ്ട് ഖബറിന് അവന്റെ മുന്നിലേക്ക് കടന്നു വരുന്നത് ഇസ്മുഹു റൗമാൻ. റൗമാൻ എന്ന പേരുള്ള മലക്കാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ആ മലക്ക് അവന്റെ മുന്നിൽ വന്നുകൊണ്ട് വിളിക്കുമത്രേ. അവനെ വിളിച്ചുണർത്തിയിട്ട് അവനോട് പറയുകയാണ്, യാ അബ്ദല്ലാഹ് വയാ അമത്തല്ലാഹ്, അല്ലാഹുവിന്റെ അടിമയെ, ഉക്തുബ അമലക, നിന്റെ അമലുകൾ മുഴുവനും രേഖപ്പെടുത്തടി എന്ന് ഖബറിൽ കിടക്കുന്നവനോട് പറയുമേ എന്നും ഹബീബുനാ റസൂലുള്ളാഹി. ഖബറിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് വിറയ്ക്കുന്നവൻ അവൻ വിളിച്ചു പറയുകയാണ്, മാമഈ ദവാതുൻ വലാ ഖിർതാസുൻ വലാ ഖലമുൻ, എന്റെ കയ്യിൽ പേനയില്ലല്ലോ, എന്റെ കയ്യിൽ മഷിയില്ലല്ലോ, എഴുതാൻ പേപ്പർ ഇല്ലല്ലോ, കടലാസില്ലല്ലോ, എങ്ങനെയാണ് എഴുതുക? ഉടനെ മലക്ക് പറയുകയാണ്, കഫനുക ഖിർതാസുക വമിദാദുക റിഖുക വയസ്ബഉക ഖലമുക. നിന്റെ കഫൻ പുടവയില്ലയോ പെങ്ങളെ? നിന്നെ വീട്ടിൽ നിന്ന് ധരിപ്പിച്ചുകൊണ്ട് വീട്ടുകാരെ പറഞ്ഞു വിട്ടതാകുന്ന 3 തുണി കഫൻ പുടവയില്ലയോ? ആ 3 തുണി കഫൻ പുടവയാണ്. നിനക്ക് എഴുതാനുള്ളതാകുന്ന കടലാസ് തീർന്നില്ല. നിന്റെ വായിലൂടെ തത്തിക്കളിക്കുന്ന ഉമിനീരാണ് നിനക്കുള്ള മഷി. കലമുക, നിന്റെ വിരലിന്റെ തുഞ്ചം അതാണ് നിനക്കുള്ള പേന. നിന്റെ പേനയാകുന്ന വിരൽ കൊണ്ട് നിന്റെ വായിലൂടെ കളിക്കുന്നതാകുന്ന ഉമിനീരിലേക്ക് മുക്കി നിന്റെ കഫൻ പുടവയിലേക്ക് നീ സ്വന്തം ഇരുന്നു കൊണ്ട് എഴുതണേ. നിന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള എല്ലാ തിന്മകളും നന്മകളും എന്ന് ആ മലക്ക് പറയുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഈ മനുഷ്യൻ ചിന്തിക്കുകയാണ്, ഈ സദസ്സിലിരിക്കുന്ന ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കണേ. നിന്റെ ജീവിതത്തിൽ നീ ചെയ്തിട്ടുള്ള ഏതെല്ലാം തിന്മകളാണ് അതെല്ലാം നീ ഓർക്കുകയാണ്. അതെല്ലാം അവന്റെ മനസ്സിലേക്ക് കടന്നു വരുമത്രേ. കയൗമിൻ വാഹിദ്, ഒരൊറ്റ ദിവസം ചെയ്ത തെറ്റുകുറ്റങ്ങൾ പോലെ ഇന്നത്തെ പ്രഭാതം മുതൽ ഇന്നത്തെ പ്രദോഷം വരെ നീ ചെയ്ത എല്ലാ കാര്യങ്ങളും നിന്റെ ഹൃദയത്തിൽ ഓർമ്മ വരുന്നില്ലേ? അതേപോലെ നീ പ്രായപൂർത്തിയെത്തിയ തലം മുതൽ നിന്റെ മരണം വരെ നീ ചെയ്തതാകുന്ന ഏതെല്ലാം തിന്മകളുണ്ടോ അതെല്ലാം നിന്റെ ഹൃദയത്തിലേക്ക്, നിന്റെ തലച്ചോറിനുള്ളിലൂടെ അല്ലാഹു കടത്തിവിടുകയാണ്. എല്ലാം ഓർക്കുകയാണ്, എല്ലാം എഴുതുകയാണ്. ഫയക്തുബു ഹസനാതിഹി വസയ്യാതിഹി കയൗമിൻ വാഹിദ്. അവന്റെ എല്ലാ നന്മകളും എല്ലാ തിന്മകളും എഴുതുകയാണ്. ആർക്കാണ് പെങ്ങളെ നന്മയുള്ളത്? ആർക്കാണ് ചെറുപ്പക്കാരാ നന്മ അധികരിച്ചിട്ടുള്ളത്? ഫമയ്യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറാ
നന്മയുള്ളവനെ രക്ഷപ്പെടുകയാണ്. ആ നന്മ അവൻ എത്തിക്കും, അവൻ അതിനെ കാണുക തന്നെ ചെയ്യും. അണുമണി തൂക്കം തിന്മ ചെയ്തവരുണ്ടോ? ഏതെങ്കിലും ഒരു ചെറിയ തിന്മ പോലും അല്ലാഹു വിട്ടുകളയുകയില്ല, അല്ലാഹു മായിച്ചു കളയുകയില്ല. ഇല്ല. അതുകൊണ്ട് പെങ്ങളെ, നീ ഓർക്കുകയാണ്, നിന്റെ കഫംപുടയിലേക്ക് എഴുതുമ്പോൾ ഏതാണ് ഞാൻ ചെയ്ത തെറ്റ്, അപ്പോഴാണ് ഹൃദയത്തിലേക്ക് വരുന്നത് നീ നിന്റെ ചെറുപ്പത്തിൽ ചെയ്തതാകുന്ന ഓരോ തെറ്റുകൾ കടന്നു വരുകയാണ്. ഈ സദസ്സിൽ വെച്ചുകൊണ്ട് ഹൃദയം നടുങ്ങിക്കൊണ്ട് ചിന്തിക്കുന്നതായ ഓരോരുത്തരുടെയും മുഖകമലങ്ങൾ എനിക്ക് വ്യക്തമായി തെളിഞ്ഞു കാണുന്നത് പോലെ നാളെ അള്ളാന്റെ ദർബാറിൽ വെച്ചുകൊണ്ട് ഓരോരുത്തരും വിഷമിക്കുകയാണ്, പ്രയാസപ്പെടുകയാണ്. അവൻ കള്ളു കുടിച്ചത്, അവൻ ലഹരി നുണഞ്ഞത്, അവൻ വ്യഭിചരിച്ചത്, അവൻ സിനിമാ തിയേറ്ററിലേക്ക് പോയത്, അവൻ മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ കണ്ടത്, അവൻ കൂട്ടുകാരന് സിഗരറ്റ് വലിക്കാൻ പഠിപ്പിച്ചത്, കൂട്ടുകാരന് തിയേറ്ററിൽ പോകാൻ പൈസയില്ല എന്ന് പറയുമ്പോൾ ഞാൻ കൊണ്ടുപോകാമടാ എന്ന് പറഞ്ഞുകൊണ്ട് കുറിപ്പ് കാണിക്കാൻ കൂട്ടുകാരനെ കൊണ്ടുപോയവനില്ലയോ? എല്ലാ തെറ്റുകുറ്റങ്ങളും അവൻ എഴുതുകയാണ്. ഒന്നുപോലും വിട്ടുപോകാതെ രഹസ്യമായും പരസ്യമായും നീ ചെയ്തതാകുന്ന സകല നീചകൃത്യങ്ങളും അവൻ എഴുതുമെന്നും ഹബീബുനാ റസൂലുള്ളാഹി വകുല്ലു ഇൻസാൻ. എല്ലാം എഴുതി കഴിയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മുഴുവനും ചുരുട്ടുകയാണ്. ആ കഫംപുടവ് മുഴുവനും ചുരുട്ടുകയാണ്. മലക്കുകൾ മുഖേന അവന്റെ ചുമരിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. നാളെ മഹ്ശറയിലേക്ക് വരുമ്പോ അതും ചുമന്നുകൊണ്ടാണ് പെങ്ങളെ കടന്നു വരിക എന്ന് വിശുദ്ധമായ ഖുർആൻ. അതുമായിട്ട് വരിക. നീ കഫംപുടവിൽ എഴുതിയില്ലേ, അതാണ് നിനക്ക് നന്മ തിന്മകളായിട്ട് വേർതിരിച്ചിട്ട് നിന്റെ കിതാബായിട്ട് നൽകുക. ഇങ്ങനെയുണ്ട്. വകുല്ലു ഇൻസാനിൻ അൽസംനാഹു ത്വായിറഹു ഫീ ഉനുഖിഹി വനുഖ്രിജു ലഹു യൗമൽ ഖിയാമ കിതാബൻ യൽഖാഹു മൻശൂറാ.